This is the end of the Kerala border. We are entering Tamil Nadu, guys. Look at this. ഇവിടെ ഞങ്ങൾ പോവുകയാണ്. യെസ്, ലെറ്റ്സ് ഗോ. ലെറ്റ്സ് മേക്ക് ടുഗദർ. ലെറ്റ്സ് ഡു ടുഗദർ. എല്ലാം കറക്റ്റാണല്ലേ? കളയി പോലും ഇല്ലേ? സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അരവിന്ദ്, ഇത് മണിക്കൂട്ടൻ, എൻ്റെ പില്ലിയന, ഞങ്ങൾ രണ്ടുപേരും പുതിയ ചാനൽ തുടങ്ങിയിരിക്കുന്നു കാര്യം. കേട്ടോ, ഞങ്ങളിപ്പോൾ കാട്ടാക്കട നെയ്യാർ ഡാമിൻ്റെ പുറത്താണ്. പുതിയ ചാനലാണ്. ഗൈസ്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വ്ളോഗിങ് ഒക്കെ. ഞങ്ങൾ രണ്ടുപേരെയും ഒരു വലിയൊരു ഡ്രീമായിരുന്നു. ഇത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിവിടെ. അപ്പോൾ എല്ലാവരും സബ്ബടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. ഇവിടെ കോട കണ്ടോ? ഇത് കണ്ടോ? നിങ്ങളിത് കാണുക. പള്ളിക്കടൻ്റെ ടോപ്പാണത്. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഗൈസ്. നമ്മളിത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തോട്ട് പോകും. ഇവിടെ കുറേ പേര് സൈക്ലിങ്ങിലാണ് വന്നിട്ടുണ്ട്. പൈസ ഇറങ്ങണോളിയോ? ഇല്ലാളി എന്തോ സെക്കൻഡ് ഇവിടെ നടക്കണ്ടാ. 5.4 ഫെഡറലാടേ. അമ്പൂരി വന്നിരിക്കുന്നു ഗൈസ്. ഇതാണ് അമ്പൂരി ജംഗ്ഷൻ. ഇതാണ് ഗൈസ് അമ്പൂരി. മറ്റേ പാട്ട് തോടമഞ്ഞ് ഓഹോ താഴ്വരയും ഓഹോ ഗൈസ്. ഞങ്ങളങ്ങനെ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ആവാൻ പോവുകയാണ്. കുറച്ച് നിമിഷങ്ങളോ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ കേരള ബോർഡർ. വി ആർ എൻ്ററിങ് തമിഴ്നാട് ഗൈസ്. യെസ്, ദിസ് ഈസ് തമിഴ്നാട്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഇതാ കടയിൽ പേരുരാച്ചി ഒരു മുഖ്യ അറിയിപ്പ്. കടയിൽ പേരുരാച്ചി അമ്പൂടെ വരവേർക്കരുത്. നമ്മൾ തമിഴ്നാട്ടിലോട്ട് എത്തി ഗൈസ്. ഇവിടെ കുഴുത്തറ മാർത്താണ്ഡം ഇതുവഴി പോവാം. അടിപൊളി റോഡാണ്. പിന്നെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതാണ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ്. ഇങ്ങോട്ടൊക്കെ തമിഴ്നാടാണ്. തമിഴ്നാട് പോലീസാണ്. തമിഴ്നാട് കയറി ഗൈസ്. അപ്പോൾ നമ്മളെ ചെമ്പകപ്പാറ ആറുകാണി. ഈ ആറുകാണി എന്നുള്ള സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളെ മമ്മൂട്ടി നടിച്ചൊരു സിനിമ ഇറങ്ങിയില്ല ഗൈസ്. ആ സിനിമയിലുള്ള പ്ലേസ്, മമ്മൂക്ക പറയുന്ന പ്ലേസാണ് ഈ ആറുകാണി. ഇത് ആറുകാണി ജംഗ്ഷൻ ഇൻ തമിഴ്നാട് ഗൈസ്. അടുത്ത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട് ഡാമാണ്.
ഉഷാറ് 1, 2, 3 അങ്ങനത്തെ ഒരു ഡാമാണ്. നമ്മൾ പോകണ ഒരു ബാക്ക് ഭാഗം, നമ്മൾ ഡാമിലോട്ട് പോകുന്നില്ല, ബാക്ക് ഭാഗത്തിലോട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ കറക്റ്റ് വ്യൂവിലോട്ട്, നമ്മളെ വ്യൂവിലോട്ട് വന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് പ്ലേസ് ഗൈസ്. നിങ്ങളിത് കാണുക. നല്ല അടിപൊളിയാണ്. You see this place. കണ്ട, വെള്ളം കയറുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഒരിക്കുക. ഇപ്പോഴും വെള്ളം കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു പുഴ തോട് പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. കണ്ട അളിയാ, ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുത്താലേ അരമ്പഴി. അതിമനോഹരമായ സ്ഥലം ഗൈസ്. ഇവിടെ മീൻ പിടിക്കുകയാണ് കേട്ടോ. വെള്ള കളറിൽ ഡോട്ടായിട്ട് കാണുന്നുണ്ട്, അത് വലയാണ്. അത് മീൻ പിടിക്കുകയാണ്. നമുക്ക് അവിടെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാട്ടുപൊട്ട് ഗൈസ്. കണ്ട ഗൈസ്, അത് കറക്റ്റ് ലൈനിൽ നിൽക്കണം, ആർക്കും ഒരു ശല്യമില്ല. പക്ഷെ പറഞ്ഞവർ നോക്കി വരണം. ചറല് ഇറക്കി വീഴുന്നിട്ട് അതിൻ്റെ മേലെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അത് ഗൈസ്, അത് കാട്ടുപോത്തുന്നല്ല കേട്ടോ. പക്ഷേ കാതൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രിപ്പ് കാണാം, കമ്മലാണ്. അത് വളർത്തുപോത്താണ്. കാള ഞാൻ താഴെ നോക്കിയില്ലേ. വെള്ളമില്ല, വെള്ളം വറ്റി നോക്കാം. വെള്ളം വരുമ്പോഴൊക്കെ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. നമുക്ക് ഇവിടെ കൂടെ വണ്ടി അത്ര സ്പീഡിൽ, ഇവിടെ ഉള്ളവർ മാത്രം ആ മിനിമം സ്പീഡിലൊക്കെ പോകും. പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉരുട്ടിക്കൊണ്ട് വരേണ്ട ഒരു അവസ്ഥയായിരിക്കും. ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നത്. ഇവരൊക്കെ ഇവിടെ ജോലിക്ക് വരണമെന്ന് തോന്നുന്നത്, ജോലി ചെയ്യാം. ഇവിടെ ഇതുവരെ മരമൊക്കെ നിർത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ലോക്കലാണ്. വാട്ടർ ക്രോസിംഗ്. ഗൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ എന്തൊരു കോഴി? കാട്ടുകോഴി. എന്തൊരു കോഴി, ആ കോഴിയാണ് ഈ കോഴി. കണ്ടോ ഗൈസ്, കുളക്കോഴി. ഒരു ജിറാഫിനെ ജാഫർ എന്ന് പറഞ്ഞ കണക്കായി പോയില്ലേ. ഇത് തന്നെ സ്പോട്ട്. ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്, വി ആർ റീച്ചിങ്. ഇനി ഇവിടെ വെച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് സ്കൂട്ടാകാം. ലുക്ക് അറ്റ് ദിസ്. ദോ പോണു കുളക്കോഴി. അപ്പോൾ ഗൈസ്, ഞങ്ങളെ ആദ്യത്തെ ട്രിപ്പായ കാട്ടാക്കട, സ്ഥലത്തിൻ്റെ പേര് മറന്നില്ല, നെയ്യാർ ഡാം, പിന്നെ ചിറ്റാർ ഡാമിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇത്ര ദൂരം നല്ല ട്രാവലിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കണല്ലോ അളിയ, മീൻ ചാടണം. ഇവിടെ ചാടിയ അത് നമുക്കൊരു നേരമെല്ലാം കാണാൻ പറ്റില്ലേ. വലിയ നിങ്ങളുടെ കയ്യിൽ കിട്ടും. തേങ്ങ കിടക്കും. ക്യാമറ എത്രമാത്രം കാണുമെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളിവിടെ ഇപ്പോൾ സൂര്യൻ അത്ര ഒതിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ അവിടെ ഒരെണ്ണം ചാടി.
ഗൈസ് കണ്ട ഗൈസ് 2 വട്ടം ചാടി. ഓ മണിക്കൂട്ടാ എങ്ങനെയുള്ളു സ്ഥലം? എങ്ങനെ ഉണ്ടോ? സ്ഥലമൊക്കെ അടിപൊളി. വല്ലതും പറയാനുണ്ടോ? വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണത്. വേറെ എന്തെങ്കിലും? ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ആ എത്ര റേറ്റിംഗ് എത്ര കൊടുക്കും നീ സ്ഥലത്തിന്? 100 ഇവിടെ നോക്കി പറ. 100 ഗൈസ്. അപ്പോൾ മണിക്കൂട്ടം 100 കൊടുത്ത റേറ്റിംഗ് ഉള്ള സ്ഥലം. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളെ റേറ്റിംഗ് പറയും. ഓക്കെ ഗൈസ്. നമ്മൾ നേരത്തെ കണ്ട വഞ്ചി, മീൻ പിടിച്ചോണ്ടിരിക്കും. മീനെ പിടിക്കാണെന്നോ വലയിരുന്നല്ലേ? അത് വഞ്ചി എന്നല്ലേ പറഞ്ഞു? കൊട്ടവഞ്ചി. ആ കുട്ടവഞ്ചി. സോറി ഇത് കുട്ടവഞ്ചി. അതോ വരുന്നു ഗൈസ്. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കാം. അത്ര സൂമിങ് ഇല്ല, ചെറിയ സൂമിങ് ആവുള്ളൂ, എന്നാലും കാണിച്ചു തരാം. ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല ഗൈസ്, ഇവിടെ അത്ര വെയിലൊന്നുമില്ല. വീഡിയോ കോടയാണ്, ഫുൾ കോട അടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല സ്ഥലമാണ്. 100 10ന് 9.80 റിവ്യൂ. ഇപ്പോഴും പിന്നെ കപ്പിൾസായിട്ട് ഇവിടെ വരരുത് ദയവേത്. നോട്ട് അലൗഡ്. മെയിനായിട്ട് കുളിക്കരുത് ഇവിടെ. മെയിനായിട്ട് ആരും വന്നാലും കുളിക്കാൻ ഇവിടെ സമ്മതിക്കില്ല. ആരും കണ്ടാൽ വഴക്കുറയും. പുറത്തുനിന്ന് പയ്യന്മാർ വന്നിട്ട് ഇവിടെ 2-3 പേര് മുങ്ങി മരിച്ചിട്ടുണ്ട് ഗൈസ്. ഇതേ സ്പോട്ടാണെന്നാണ് തോന്നുന്നത്. വീട്ടുകാർക്ക് കഷ്ടം, ചുമ്മാ വെറുതെ വീട്ടിൽ കടന്നിട്ട് ഓരോ പയ്യന്മാർ കിണ്ടി ഇളക്കിക്കൊണ്ടിരുന്നത് ഇതുപോലെ ഒറ്റയ്ക്ക് തിന്നുണ്ട് ഗൈസ്. എനിക്ക് എന്താ ഒറ്റയ്ക്ക് കൂട്ടുകാരെ അടുത്തുനിന്ന് ക്യാമറ അടിച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് മുട്ടയായിരുന്ന ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ച്. ഇങ്ങനെയുള്ള കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ അവന്മാരെ ടാഗ് അടിക്കുക. മെയിനായിട്ട് മെൻഷൻ ചെയ്യണം ഗൈസ്. ഇതുപോലത്തെ കൂട്ടുകാരന്മാർ വേസ്റ്റ് ഇടരുത്, വീട്ടിൽ കൊണ്ട് കളയണം. ഓക്കെ, നമ്മൾ വേണം ഇതേപോലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ തന്നെ എന്താ ചെയ്യണേ ശുദ്ധമായിട്ട് വെച്ചിരിക്കാൻ. ഫുൾ വേസ്റ്റാണ് ഗൈസ്. മുമ്പ് ഇത് എന്തോന്ന് കാണിക്കുന്നത് അറിഞ്ഞൂടാ. പിന്നെ പറയാൻ പറ്റൂല. ഇവിടെ പറഞ്ഞവർ മാത്രം ഇടണമല്ലേ, അത് ഏതാ വീട്ടിൽ നിന്ന് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കംഫർട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ബോട്ടിൽ, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ. ഇത് കാണാൻ അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇതൊക്കെ ഇപ്പോഴല്ല, ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇത് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഗൈസ്. ആ വഞ്ചി വരാണ്. വേണം നമുക്കൊരു ലിഫ്റ്റ് അടിച്ച് നമുക്ക് റൈഡ് കഴിച്ചാലാ. ഒരു റൈഡ് കഴിച്ചാലാളിയാ. എനിക്ക് പേടി. പിന്നെ മെയിൻ കാര്യം ഞങ്ങൾക്ക് നീന്താൻ അറിഞ്ഞൂടാ. സംഭവം എനിക്ക് നീന്താൻ അറിയാം. അവൻ ചുമ്മാ പറയണം. ആറ്റിലും തോട്ടിലും നീന്തണവനാണ്. കായലിൽ ഇവിടെ നിന്ന് അങ്ങ് അറ്റം പോകില്ല. പോകണം. പിന്നെ ടാസ്ക് വയ്ക്കാം. ഇവിടെ നിന്ന് അങ്ങ് അറ്റം പോകണമെങ്കിൽ കുഴിമന്തി ചെയ്യും. വെള്ളം തണുപ്പ് പിന്നെ വേറെ എന്തെങ്കിലും പറ. ശരിക്കും മീനുണ്ട്, വേറെ ഒന്നുമില്ല. ഇതൊക്കെ തന്നെ മീനും കാഴ്ചകളും. നല്ല വ്യൂസ് ഒന്നും കാണാമില്ല, കാരണം മഞ്ഞൊന്നും മാറിയില്ല. മഞ്ഞും കോടയും സമയം 8 എന്നിട്ട് ഇതുവരെയായിട്ട് മഞ്ഞൊന്നും മാറിയില്ല. അല്ലേ ഫോണെടുത്ത് കാണിച്ചോളൂ സമയം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കള്ളം പറയണമെന്ന്. കള്ളമല്ല ഗൈസ്, സീരിയസ്ലി സമയം ഇപ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ ഇവിടെ സമയം നോക്കിക്കോളി. സ്ക്രീനിലൊക്കെ കണ്ട 8:03. വേറെ 8:03 ആയതുള്ളൂ. ഇതുവരെ മാമൻ വന്നില്ല. മാമൻ അവിടെ നിൽക്കണേ ഉള്ളൂ, സൂര്യമാമൻ. പിന്നെ കുട്ടവഞ്ചി ഇവിടെ എത്തി ഗൈസ്. ഇപ്പോഴത്ര നേരമായി. ഞങ്ങൾ എപ്പോഴേ അവിടെ വെച്ച് കണ്ടെന്നറിയാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഈ പ്രകൃതി അങ്ങ് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കണ്ട, ഇത് കുറച്ച് ലോങ് ആയിട്ട് തോന്നും, പക്ഷേ ഞങ്ങൾ തൊട്ടടുത്താണ്. അടുത്തെന്ന് പറയുമ്പോൾ ഒരു 200-300 മീറ്റർ കാണും. പുള്ളിക്കാരൻ ഇവിടെ ഉള്ളതാണ്, എക്സ്പേർട്ടാണ്. എന്താ എത്ര സ്പീഡ് അടുത്ത് കഴിഞ്ഞ് പോകുന്നുണ്ട് ഗൈസ്. ഇറ്റ്സ് നൈസ്. അവനെ വിളിച്ച് പറയട്ടെ ഒരു പോസ് തരാം. ഇതുപോലെ പ്രകൃതി അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് ഗൈസ്. പിന്നെ അവിടെ പോകാൻ പറ്റുവാണെങ്കിൽ അത് കാണാമായിരുന്നു. പക്ഷെ അവിടെ പോകാനുള്ള വഴി ഞങ്ങൾക്ക് അറിഞ്ഞില്ല. പക്ഷേ ഉച്ചയ്ക്ക് വരും, നല്ല വെയിലായിരിക്കും. ഉച്ചയ്ക്ക് മെയിൻ സാധനം
ഇതേപോലെ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കണമെങ്കിൽ എപ്പോഴും പറഞ്ഞോളിയാ? ഒന്നിനും രാവിലെ വരണം അല്ലെങ്കിൽ വൈകിട്ട് വരണം. യെസ്, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. രാവിലെ വന്ന പ്ലസ് ബോണസാണ് കോട. വൈകുന്നേരം വന്ന ബോണസ് ഒന്നുമില്ല, വെള്ളം കണ്ട് സൂര്യോദയം കണ്ടിട്ട് പോവാം, അസ്തമം കണ്ടിട്ട് പോവാം. ഇവിടെ അസ്തമൊന്നും കാണാൻ പറ്റില്ല. അസ്തമം കാണാൻ പറ്റില്ല, അതുവഴി പോവാം അങ്ങോട്ട്. അതൊന്നും ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. ഉച്ചയ്ക്ക് നല്ല വെയിൽ. ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും. പിന്നെ മഴ സമയത്ത് വരല് ഇടിമിന്നലൊക്കെ വീഴാനുള്ള സാധ്യതകളുണ്ട്, ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട്. കാര്യം പറയാം, ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഇത്. മെയിനായിട്ട് ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല, പക്ഷേ റിസർവ് ഫോറസ്റ്റ് ആണ്. ഇത് നോക്കി കണ്ടൊക്കെ വരണം. ഇപ്പോൾ എല്ലാവരും അലോഡ് ചെയ്യും, പുറത്തുനിന്ന് പറഞ്ഞാൽ എല്ലാവരും അലോഡ് ചെയ്യും. വന്ന് അലിമുണ്ടാക്കാതിരുന്നാൽ മതി. ഇപ്പോൾ എല്ലാവരും അലോഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വ്ളോഗിലോട്ട് നമുക്ക് കാണുമ്പോൾ സി യു. വി ആർ SA Bros. യെസ്.